സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കില്ല. ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ കെഎസ്ഇബിയോട് സർക്കാർ ആവശ്യപ്പെട്ടു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. RB സനൂപ് ചേരുന്നു. സനൂപ്, സർക്കാർ എന്തായാലും ലോഡ് ഷെഡിംഗിലേക്ക് കടക്കില്ല. കാരണം വാഗ്ദാനങ്ങളിലൊന്ന് വൈദ്യുതിയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? എങ്ങനെ പ്രതിസന്ധി മറികടക്കാമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്? ധന്യ, KSEB മുമ്പോട്ട് വെച്ച ആദ്യത്തെ നിർദ്ദേശം തന്നെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ സർക്കാർ അതിനോട് മുഖം തിരിക്കുന്ന സമീപനം തന്നെയാണ്. കാരണം 2016 മുതൽ സംസ്ഥാനം ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രത്യേകത, കേരളത്തിന്റെ പ്രത്യേകത ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ ഗുരുതര പ്രതിസന്ധി വന്നപ്പോഴൊക്കെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചു. പക്ഷേ കേരളത്തിൽ അതിൻ്റെ സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ LDFിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനം കൂടി ആയതുകൊണ്ട് തന്നെ സർക്കാർ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തിയിരിക്കുന്നു. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. KSEB നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ മന്ത്രി തിരിച്ച് നിർദ്ദേശിച്ചത് ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർദ്ദേശമായിട്ട് സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് ചേർന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായി കണ്ട് സംസാരിച്ച് അറിയിക്കും. KSEBയുടെ ബോർഡ് യോഗവും ഇന്ന് അല്പസമയത്തിനകം തന്നെ ചേരും. വൈകുന്നേരത്തോടു കൂടി പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനാണ് KSEBയോട് നിലവിൽ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഓവർലോഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് വേണ്ടി വരുന്നത്. പക്ഷേ അത് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് പോകണ്ട എന്നുള്ള ഒരു കർശന തീരുമാനം തന്നെ സർക്കാർ എടുത്തിരിക്കുന്നുവെന്ന് ഇന്നത്തെ മീറ്റിംഗിനോടുകൂടി മനസ്സിലായിട്ടുണ്ട്. കാരണം വരൾച്ചയിലേക്ക് കൂടി കടക്കുന്ന ജലലഭ്യതയിൽ വലിയ കുറവുണ്ട്. പലയിടങ്ങളിലും വെള്ളം കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മറ്റൊന്ന്, അന്യ സംസ്ഥാനങ്ങളെ സമീപിക്കാനുള്ള ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? മൊത്തത്തിൽ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കുന്നതിന് പകരം ഈ അമിത ലോഡ് എത്തുന്ന പ്രാദേശിക തലത്തിൽ മാത്രം നിയന്ത്രണം, അതായത് ഇപ്പോൾ തുടരുന്ന അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പോലെ തന്നെ തുടരാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ KSEB പ്രപ്പോസൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എവിടെയൊക്കെയാണോ ഓവർലോഡ് ഉണ്ടാകുന്നത് അവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് തുടരാൻ തന്നെയായിരിക്കും KSEB ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലായിടത്തും ഒരേപോലെ ലോഡ് കൂടി വരുന്നില്ല. ചില പ്രദേശങ്ങളിലാണ് ഈ രാത്രി സമയം 10:00-ക്ക് ശേഷം ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ലോഡ് വരികയും ഈ ട്രാൻസ്ഫോമറുകൾ ട്രിപ്പാകുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയന്ത്രണം, അതായത് ആ സമയത്ത് നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ള കാര്യമായിരിക്കും. അത് ഇപ്പോഴത്തെ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പോലെ തുടരാൻ തന്നെയായിരിക്കും KSEB തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിൽ എവിടെ നിന്നൊക്കെ വൈദ്യുതി എത്തിക്കാൻ കഴിയുമോ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി എത്തിക്കുക എന്നുള്ള കാര്യമാണ്. അമിത നിരക്ക് നൽകിയിട്ട് പോലും കേന്ദ്ര പൂളിൽ നിന്ന് പോലും വൈദ്യുതി ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടും മറ്റ് ഈ വൈദ്യുതി വിതരണ കമ്പനികളുമായിട്ടും ഒക്കെ ചർച്ച നടത്തി ഈ കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. എന്തായാലും ഇങ്ങനെ വൈദ്യുതി എത്തിച്ചാൽ പോലും 5800 മെഗാവാട്ടിന് മുകളിൽ പീക്ക് സമയ ആവശ്യകത താങ്ങാനുള്ള സംവിധാനം KSEBക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു തീരുമാനം, അതായത് AC-യുടെ ഉപഭോഗം കുറയ്ക്കുക. 2-3 AC ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതിന് പകരം ഒരു മുറിയിലോ മറ്റുമൊക്കെ AC ഉപയോഗിക്കുക. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സെറ്റ് ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രപ്പോസലായിരിക്കും ഒരുപക്ഷെ KSEB സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ധന്യ. ശരി, നന്ദി സനൂപ്.